ഇതുമല്ലേ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പെട്ടെന്ന് തന്നെ നിലത്തോട്ട് വീണു. കാലനക്കാൻ പറ്റാതെ, ഒന്ന് കരയാൻ പോലും പറ്റാതെ അവൾ ഒരിക്കൽ കൂടി ഒന്ന് എഴുന്നേറ്റു. മെല്ലെ മെല്ലെ വേച്ച് നടന്നു. തറയെല്ലാം തുടച്ചു. ശൈലജയും മകൾ അമ്മുവും ആ കാഴ്ച ഒരു വിജയച്ചിരിയോടെ നോക്കി നിന്നു. ടീ നോളൊലിച്ചി, നീ പോയി ആ വിറകെല്ലാം വെയിലത്ത് കൊണ്ടുപോയിട്ട്. വൈദുവിന് ചെറുതായി വായിൽ നിന്നും ഇടയ്ക്ക് ഉമിനീർ പുറത്തേക്ക് ഒലിക്കും. ചെറിയ കുഞ്ഞുങ്ങളിലാണ് ഇത് കൂടുതലായി ഉണ്ടാവുക. വൈദുവിന് 5 വയസ്സായെങ്കിൽ കൂടി അവൾക്കിടയ്ക്ക് വല്ലപ്പോഴും വായിൽ നിന്ന് ഉമിനീരൊലിക്കും. അങ്ങനെ വൈദു അവളുടെ വല്യമ്മയ്ക്ക് നോളൊലിച്ചിയായി. ശരി വല്യമ്മ. ഇനി ഇവിടെ നിൽക്കാതെ പോയി ഞാൻ പറഞ്ഞ പണി കൂടി ചെയ്യടി. ശൈലജ അവളെ നോക്കി ആക്രോശിച്ചു. വൈദു മെല്ലെ മെല്ലെ നടന്നു. വിറകും പുരയുടെ അവിടെ എത്തി. വിറകെല്ലാം ഓരോന്നായി വെയിലത്ത് കൊണ്ടുപോയി ഇടാൻ തുടങ്ങി. സമയം 12 രാവിലെ ഒന്നും കഴിക്കാൻ കിട്ടാത്തത് കൊണ്ട് തന്നെ അവൾ അതീവ ക്ഷീണിതയായിരുന്നു. വെയിലിൻ്റെ കാഠിന്യം ആ കുരുന്നിനെ തളർത്താൻ തുടങ്ങി. ഒരു തുള്ളി വെള്ളം കിട്ടാൻ വേണ്ടി അവളുടെ തൊണ്ട വിതുമ്പി. അവൾ മെല്ലെ നടന്നു അടുക്കളയിൽ നിന്നും വെള്ളമെടുത്ത് വായോട് അടുപ്പിച്ചതും ഡി. ക്രോധത്തോടെയുള്ള ശൈലജയുടെ വിളിയിൽ വൈദു ആകെ ഞെട്ടിയും ഭയന്നു. കയ്യിലുണ്ടായിരുന്ന വെള്ളം ഗ്ലാസ് നിലത്തേക്ക് വീണു. ഡി അസത്തെ, കട്ട തിന്നാനും തുടങ്ങിയോ നീ? ഞാൻ ദാഹിച്ചപ്പോ വെള്ളം കുടിക്കാൻ വന്നത് വല്യമ്മ. വൈദു പേടിച്ച് വിറച്ചു കരഞ്ഞു. ഓഹോ, തമ്പുരാട്ടിക്ക് 2 വിറക് എടുത്തിട്ടപ്പോഴേക്കും ദാഹിച്ചൂലേ? നിന്റെ പണിയൊക്കെ കഴിഞ്ഞൂടി? ഇല്ല. എന്നാ അത് പോയി ആദ്യം ചെയ്യേ, എന്നിട്ട് നീ ഇനി വെള്ളം കുടിച്ചാൽ മതി. വൈദേഹി അവിടെ നിന്നും വേച്ച് നടന്നു. കാലിലെ പൊട്ടിയ മുറിയിൽ നിന്നും ഒഴുകിയ രക്തം കട്ട പിടിച്ച് അതിൽ ഈച്ചകൾ വന്നുകൊണ്ടിരുന്നു. അവൾ വീണ്ടും തൻ്റെ ജോലി തുടങ്ങി. വിശപ്പ് കൊണ്ട് ആ കുഞ്ഞ് ആകെ തളർന്നു. മണി അങ്ങനെ 2 വൈദുവിന് തല ചുറ്റാൻ തുടങ്ങി. നിമിഷ നേരത്തിനുള്ളിൽ തന്നെ അവൾ നിലത്തേക്ക് വീണു. ശൈലജയുടെ 2ാമത്തെ മകൾ ലക്ഷ്മി വൈദുവിനെ അന്വേഷിച്ച് വന്നപ്പോൾ നിലത്ത് തലകറങ്ങി കിടക്കുന്ന വൈദുവിനെയാണ് കണ്ടത്. അവൾ ഓടിച്ചെന്ന് വൈദുവിൻ്റെ അരികിൽ ഇരുന്നു. അവളെ തട്ടി വിളിക്കാൻ തുടങ്ങി. ശൈലജയിൽ നിന്നും മകൾ അമ്മുവിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു ലച്ചു. അവൾക്ക് വൈദേഹി എന്നാൽ ജീവനാണ്. ലച്ചു എത്ര വിളിച്ചിട്ടും വൈദു എഴുന്നേച്ചില്ല. ലച്ചു പേടിച്ച് ആകെ വല്ലാതായി. ലച്ചു വേഗം ശ്യാമയുടെ അടുത്തേക്ക് ഓടി. മുറിയിൽ ശാരദയ്ക്ക് കഞ്ഞി നുകർന്നു കൊടുക്കുകയായിരുന്നു ശ്യാമ. ലച്ചു മേമേ എന്ന് വിളിച്ച് ഓടി ശ്യാമയുടെ അരികിൽ വന്നു. എന്താ ലച്ചുട്ടാ? മേമേ, അത് വൈദു. ലച്ചു കിതച്ചുകൊണ്ടാണ് പറഞ്ഞത്. എന്താ മോളെ, എന്താ വൈദുവിന് പറ്റേ? ശ്യാമ താൻ ചെയ്തിരുന്ന പ്രവൃത്തി നിർത്തി ആകെ വെപ്രാളപ്പെട്ടുകൊണ്ട് ലച്ചുവിനോട് ചോദിച്ചു. മേമേ. ലച്ചുവിന് പിന്നെ ഒന്നും പറയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവൾ കിതച്ചുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് തന്നെ ലച്ചു ശ്യാമയുടെ കൈ പിടിച്ചു വൈദു വീടിനടുത്തേക്ക് കൊണ്ടുപോയി. അവിടെ നടക്കുന്ന കാഴ്ച കണ്ട് ശ്യാമയ്ക്ക് ഒരേ സമയം ദേഷ്യവും സങ്കടവും തോന്നി. കടിഞ്ഞ സൂര്യരശ്മികൾ അവളുടെ ശരീരത്തെ ചുട്ടുപൊള്ളിച്ചു. തൊണ്ട വറ്റി വരണ്ടു. ഒരു തുള്ളി വെള്ളത്തിനായി അവൾ കേണു. കാലിലെ മുറിവ് ആ കുരുന്നിനെ ജീവൻ പോകുന്ന വേദന നൽകി. വെള്ളം വീഴുന്ന ശബ്ദം അവളുടെ കാതിൽ വന്ന് പതിച്ചു. അവൾ ചുറ്റും നോക്കി. ഒരു തുള്ളി എന്തെങ്കിലും ഒന്ന് തൊണ്ട നനയ്ക്കാൻ, അത്രമാത്രമായിരുന്നു അവളുടെ മനസ്സിൽ. വിറക് പുരയ്ക്ക് തെക്ക് ഭാഗത്ത് തൊഴുത്തിൽ നിന്നുമാണ് ആ ശബ്ദമെന്ന് ആ കുരുന്ന് ഊഹിച്ചു. തളർന്നവൾ മെല്ലെ നിലത്തു നിന്നും തൊഴുത്ത് ലക്ഷ്യമാക്കി നിരങ്ങി. ശ്യാമ ലച്ചുവിനെയുമായി അവിടെ വന്നപ്പോൾ കാണുന്നത് പശുവിൻ്റെ മൂത്രം കുടിക്കാനായി കൈ നീട്ടി നിൽക്കുന്ന വൈദുവിനെയാണ്. വൈദു! ശ്യാമ ദേഷ്യവും സങ്കടവും കലർന്ന സ്വരത്തോടെ അവളെ വിളിച്ചു. വൈദു ഞെട്ടിക്കൊണ്ട് കൈ കുടഞ്ഞു. ശ്യാമ ഓടിച്ചെന്ന് അവളെ കോരിയെടുത്ത് മാറോട് ചേർത്തു. എന്താ മോളെ നീ കാണിക്കുന്നേ? ശ്യാമ വൈദുവിനെ നോക്കി ദയനീയമായി ചോദിച്ചു. അത് മേമേ, വെള്ളം. ശ്യാമ വൈദുവിനെ എടുത്ത് അകത്തേക്ക് ഓടി. വേഗം ഓടിപ്പോയി വെള്ളം എടുത്തു വൈദുവിന് നൽകി. വെള്ളം ആ കുരുന്നിന് നൽകുമ്പോൾ അവളുടെ ഉള്ളു പിടച്ചു. വൈദു തികച്ചും ക്ഷീണിതയായിരുന്നു. വൈദുവിൻ്റെ മുഖം കാണും തോറും അവൾക്ക് സങ്കടം സഹിക്കാൻ കഴിയാതെയായി. ആ കുരുന്നിനോട് ഇത്രയും ക്രൂരമായി പെരുമാറിയ തൻ്റെ ചേച്ചിയോട് അവൾക്ക് അറപ്പും വെറുപ്പും തോന്നി. ശ്യാമ വൈദുവിൻ്റെ കാലിലെ മുറിവ് ക്ലീൻ ചെയ്ത് അതിൽ മരുന്ന് പുരട്ടിക്കൊടുത്തു. മോളൊന്നും കഴിച്ചില്ലല്ലോ, മേമ പോയി കഴിക്കാൻ കഞ്ഞി എടുത്തിട്ട് വരാം. മേമ, വല്യമ്മ. പേടിയോടെ അവൾ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുമ്പ് ശ്യാമ പറയാൻ തുടങ്ങി. മോളെ മതി,
മോള് പറയാൻ വരുന്നത് മേമയ്ക്കറിയാം. വല്യമ്മ ഒന്നും പറയില്ല എന്നും പറഞ്ഞ് ശ്യാമ വൈദുവിൻ്റെ നെറുകയിൽ മുത്തി. തളർച്ചയ്ക്കിടയിലും അവൾ ശ്യാമയ്ക്കായി ഒരു ചെറിയ പുഞ്ചിരി നൽകി. എല്ലാവരും കളിയാക്കുന്ന ആ കറുമ്പിയുടെ, ഓരോരുത്തരും അസൂയപ്പെടുന്ന അവളുടെ നനുത്ത പുഞ്ചിരി. ശ്യാമ കനിയുമായി വൈദുവിൻ്റെ അടുത്ത് വന്ന് അവൾക്കത് നുകർന്നു കൊടുത്തു. ഇതും കൂടി കഴിക്കടാ. എനിക്ക് മതി മേമ്മ, എൻ്റെ വയറ് നിറഞ്ഞു. ഇതാ നോക്കി, വൈദ്യ തൻ്റെ വയറിൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. എന്നാൽ ഇത് കൂടിയിടാ, മേമയ്ക്ക് വേണ്ടി പ്ലീസ്. ശരി, മേമയ്ക്ക് വേണ്ടി മോള് കഴിക്കാം. വൈദ്യ ചിരിച്ചുകൊണ്ട് അത് കുടിച്ചു. മോളെ, മേമ ഇപ്പോൾ വരാട്ടോ. വൈദ്യ ഒന്ന് ചിരിച്ചുകൊണ്ട് തലയാട്ടി. ശ്യാമ അടുക്കളയിൽ ചെന്നപ്പോൾ അവിടെ ഉച്ചിറക്കം കഴിഞ്ഞ് ശൈലജ വന്ന് നിൽപ്പുണ്ട്. സത്യം പറഞ്ഞാൽ അവരെ കണ്ടപ്പോൾ തന്നെ ശ്യാമയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. താൻ ദേഷ്യപ്പെട്ടാലും അതിൻ്റെ ഭവിഷ്യത്ത് വൈദ്യുവിനാവും എന്നതുകൊണ്ട് അവൾ ഒന്നും പറഞ്ഞില്ല. ശ്യാമേ, നീ എന്താ ഈ പാത്രമൊക്കെ ആയി? ഇപ്പോൾ ഈ സമയം 4 ആയില്ലേ? ഇപ്പോഴാണോ നീ അമ്മയ്ക്ക് കഞ്ഞി കൊടുത്തേ? ശൈലജ തൻ്റെ അനുജത്തിയോട് ഒരു ശാസന എന്നോണം പറഞ്ഞു. അതല്ല ചേച്ചി, അമ്മയ്ക്ക് ഞാൻ എപ്പോഴേ കൊടുത്തു. ഇത് വൈദ്യുവിന് കൊടുത്തതാ. നിന്നോട് ആരടി ആ അസത്തിന് ആഹാരം കൊടുക്കാൻ പറഞ്ഞേ? അത് കുഞ്ഞല്ല ചേച്ചി, നിങ്ങളെന്താ ഇങ്ങനെ? ഓ, എന്നെ നന്നാക്കാൻ എന്തായാലും നീ വരണ്ട. പണിയൊന്നും ചെയ്യാണ്ട് ആ ഒരുമ്പട്ടവളെവിടെ? ശ്യാമയെ നോക്കി ശൈലജ ചോദിച്ചു. മോള് കെടുക്കുകയാണ്, ചെറിയ ചൂടുണ്ട്. ശ്യാമ വൈദ്യുവിൻ്റെ അടുത്തേക്ക് പോകാൻ നിന്ന് ശൈലജയുടെ കൈ പിടിച്ചു പറഞ്ഞു. അതൊക്കെ അവളുടെ അടവാണ്, നീ വിട്ടേ. തമ്പുരാട്ടെ ഒന്ന് സുഖിച്ച് കിടക്കണ്ട. മതി ചേച്ചി അതിനെ ഉപദ്രവിച്ചത്. നിങ്ങളൊരു അമ്മയല്ലേ, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ എങ്ങനെ തോന്നുന്നു? ചീ, എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു നിങ്ങളുടെ അനുജത്തിയായി ജനിച്ചതിൽ. നിർത്തടേ അധിക പ്രസംഗി. ഞാൻ നിന്റെ ചേച്ചിയാണെന്ന് നീ മറക്കുന്നു. നിങ്ങളോ ചേച്ചിയോ? ശ്യാമ ഒരു പുച്ഛച്ചിരിയാലെ ചോദിച്ചു. നിങ്ങൾക്ക് ചേച്ചി എന്നതിൻ്റെ അർത്ഥം അറിയോ? സ്വന്തം കൂടപ്പറപ്പിൻ്റെ കുഞ്ഞിനോട് ഒരു ദയവുമില്ലാതെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുക നിങ്ങളൊക്കെ ഒരു ചേച്ചിയാണോ? നിങ്ങൾ ആ കുഞ്ഞിന് വല്യമ്മയാണ്, എന്ന് വെച്ചാൽ അമ്മയുടെ സ്ഥാനം. അതിന് അമ്മ എന്നതിൻ്റെ മഹത്വം അറിയാത്ത നിങ്ങളെയാണോ ഒരു ചേച്ചി? നിങ്ങൾക്ക് എല്ലാം ഉണ്ട് എന്ന അഹങ്കാരാണ്. ശ്യാമ ഒരു പുച്ഛത്തോടെ പറഞ്ഞു നിർത്തി. എന്ത് പറഞ്ഞിട്ട് നീ? പൊക്കോണം എൻ്റെ മുമ്പിൽ നിന്നും. ആ നോണലിജിക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ ഇനി എൻ്റെ അടുത്ത് വന്നാലുണ്ടല്ലോ, എന്നെ നിനക്ക് ശരിക്കും അറിയില്ല. ശൈലജ കോപം കൊണ്ട് വിറച്ചുകൊണ്ട് പറഞ്ഞ് തൻ്റെ റൂമിലേക്ക് പോയി. ശ്യാമ അടികിട്ടിയ കവിളിൽ ഒന്ന് ആഞ്ഞു തുറച്ച് വൈദ്യുവിൻ്റെ അടുത്തേക്ക് ചെന്നു. വൈദ്യു അപ്പോഴേക്കും ഉറങ്ങിയിരുന്നു. ചെറുതായി ചൂടുണ്ട് അവൾക്ക്. ശ്യാമ അവളുടെ ദേഹമെല്ലാം തണുത്ത വെള്ളം കൊണ്ട് തുടച്ചു. വാത്സല്യത്തോടെ വൈദ്യുവിനെ ഒന്ന് തലോടി. എന്ത് സുന്ദരിയാവേ നീ. മനസ്സിരുണ്ടവർക്കാണ് കുഞ്ഞെ നീ വെറുക്കപ്പെട്ടവൾ. നീ ഈശ്വരൻ്റെ നിധിയാണ് കുഞ്ഞെ. ശ്യാമ കുരുന്നിനെ ഒന്നുകൂടി തലോടി നെറ്റിയിൽ മുത്തി.